ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാവനയിൽ വന്നിട്ടുള്ളതാണ്. മുമ്പും അദ്ദേഹം ഇതുമാതിരി ഓപ്പറേഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട്, പലതും വിജയകരമായിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ശക്തമായ സന്ദേശവുമായി പെരിന്തൽമണ്ണ MES അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ വാരിയേഴ്സ് ക്യാമ്പയിനിൽ 2000-ഓളം ഡോക്ടർമാരും ജീവനക്കാരും വിദ്യാർത്ഥികളും അംഗങ്ങളായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് MES അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിൽ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ വാരിയേഴ്സ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. MES അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഡോക്ടർ PF ഫസൽ ഗഫൂറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജ് പ്രകാശനം ചെയ്തു. ചില രാജ്യങ്ങളിൽ if you handle drugs it is death sentence. ഫ്രാൻസിൽ, ഏതൊക്കെ രാജ്യങ്ങളിൽ, ചൈനയിൽ, സൗദി അറേബ്യയിൽ, അറബ് രാഷ്ട്രങ്ങളിൽ മൊത്തവും ആണ്. പക്ഷേ ചില രാജ്യങ്ങൾ, ലത്തീൻ അമേരിക്ക, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ അതൊക്കെ ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളാണ്. അവരുടെ സാമ്പത്തിക ഫാക്ടറിയിലെ വെറും ഒരു കരു മാത്രമാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ആയിക്കോട്ടെ, കുറച്ചു പേര് തൊലഞ്ഞു പോയിക്കോട്ടെ. അതിനപ്പുറത്ത് പല ആൾക്കാരുണ്ടല്ലോ, മസ്കും ട്രംപും ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. അതല്ല നമ്മുടെ രാജ്യത്ത് പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ക്യാമ്പസുകളിലും മറ്റുമൊക്കെ ഒരിക്കലും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ശ്രീനാഥ് ബാസിയോ ഇതെന്ത് ചാക്കമാണ്, ചാക്കോ ഏത് ചാക്കോന്ന് സിനിമയൊന്നും കാണുന്നില്ലേ? ഞാൻ ശ്രീനാഥ് ബാസിയോ ചാക്കോ, പിന്നെ ഇപ്പൊ ഒരു കൂട്ടരുണ്ട്, ഞാൻ പറയുന്നില്ല അവരാരാണ്. നിങ്ങളുടെ ചിരിയിൽ നിന്ന് നിങ്ങൾക്ക് അവരറിയാമെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോ ആ നിലക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാവനയിൽ വന്നിട്ടുള്ളതാണ്. മുമ്പും അദ്ദേഹം ഇതുമാതിരി ഓപ്പറേഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട്, പലതും വിജയകരമായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഗവൺമെന്റിനോടൊപ്പം, ഞാൻ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളൊക്കെ വിട്ടു, ജനറൽ ആയിട്ടുള്ള വിമർശനം, പക്ഷെ ഗവൺമെന്റിനോടൊപ്പവും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഈ പരിപാടി നമ്മുടെ ഈ കോളേജിൽ മാത്രമല്ല, എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ MES സ്ഥാപനങ്ങളിലും ഓപ്പറേഷൻ തൂഫാൻ അനുകൂലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ലോഗോ അനാച്ഛാദനവും നിർവഹിച്ചു. പിന്നീട് 2000-ഓളം വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരും ഒരുമിച്ച് തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജ് ധരിച്ച് ലഹരി വിരുദ്ധ സന്ദേശത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. MES അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഡീൻ ഡോക്ടർ ഗിരീഷ് രാജിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും പങ്കെടുത്തവർ ഒന്നടങ്കം പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു. തൂഫാൻ വാരിയേഴ്സ് പദ്ധതിയുടെ ലക്ഷ്യവും പ്രാധാന്യവും സ്ഥാപനത്തിൽ ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ വിശദീകരിച്ചു. തുടർന്ന് ബലൂണുകൾ പറത്തി പദ്ധതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഡ്രോൺ ഉപയോഗിച്ച് ഓപ്പറേഷൻ തൂഫാൻ ലോഗോ ആകാശത്ത് പ്രദർശിപ്പിച്ചതും ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ആവിഷ്കരിച്ച ബോധവൽക്കരണ സ്കിറ്റും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായി. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടേത് മാത്രമല്ല, സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തൂഫാൻ വാരിയേഴ്സ് ക്യാമ്പയിൻ പെരിന്തൽമണ്ണയിൽ ശ്രദ്ധേയമായത്. 2000-ഓളം പേരുടെ പങ്കാളിത്തം ലഹരിമുക്ത കേരളത്തിനായുള്ള കൂട്ടായ പ്രതിജ്ഞയ്ക്ക് കൂടുതൽ കരുത്തേകുകയും ചെയ്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. എല്ലാവരും കോപ്പില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാണ്. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ വരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാൻ എന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും.
Learn smartphone and MacBook engineering from Bricko and Bricko, India's first and largest smartphone institute. 100% placement. Bricko guarantee ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. Bricko and Bricko. പണി കൊടുത്ത 4 നൂറ്റാണ്ട്.